നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സ്വാമി ഗംഗേശാനന്ദയ്ക്കെതിരായ പീഡന കേസ് റദ്ദാക്കി കോടതി. ഈ പീഡന കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് നമുക്കറിയാവുന്ന കാര്യമാണ്. പരാതിക്കാരി പലവട്ടം മൊഴിമാറ്റുകയും ഒക്കെ ചെയ്ത കേസാണ്. ആദ്യഘട്ടം മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഗംഗേശാനന്ദ സംശയനിഴലിൽ വന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഗംഗേശാനന്ദയ്ക്ക് എതിരെ ഈ കേസ് വന്നപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഗംഗേശാനന്ദയ്ക്ക് അന്ന് തന്നെ അനുകൂലമായിരുന്നു. ഒരു നിയമ വിദ്യാർത്ഥിനിയെ ഗംഗേശാനന്ദ പീഡിപ്പിച്ചു. ആ പീഡനം സഹിക്കവയ്യാതെ ആ പെൺകുട്ടി ഗംഗേശാനന്ദയുടെ ജനനേന്ദ്രിയം മുറിച്ചു എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നം. ആ പ്രശ്നം ഉയർന്നു വരുമ്പോഴും ഗംഗേശാനന്ദയ്ക്കെതിരെ പീഡനത്തിന് കേസെടുക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് ഈ പെൺകുട്ടി തന്നെ മൊഴി മാറ്റുന്ന സാഹചര്യമുണ്ടായി. വൈകിയെങ്കിലും സത്യം തിരിച്ചറിഞ്ഞതിൽ സന്തോഷം എന്നാണ് ഗംഗേശാനന്ദ പ്രതികരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംശയനിഴലിലാകുന്നതും ആരോപണത്തിന്റെ മുൾമുനയിലെത്തുന്നതും ഒരു വനിതാ DGP ആണ്. ദിലീപിന്റെ കേസിലും ഈ വനിതാ DGPയുടെ പങ്ക് ആരോപണ വിധേയമായിട്ടുണ്ട്. ആ DGP മറ്റാരുമല്ല, സന്ധ്യയായിരുന്നു. ഏതായാലും ഈ സന്ധ്യയെ ചുറ്റിപ്പറ്റി പലതരത്തിലുള്ള ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട്. സന്ധ്യ അന്വേഷിച്ച കേസുകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പതിവാണ് താനും. ദിലീപിന്റെ കേസിലും അതുപോലെ ഗംഗേശാനന്ദയുടെ കേസിലുമൊക്കെ ഇവർ ഇടപെടാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ ഗംഗേശാനന്ദ പറഞ്ഞിരുന്നത് തന്നെ ഈ കേസിൽ കുടുക്കാൻ ശ്രമിച്ചതാണ് എന്നാണ്. ചട്ടമ്പിസ്വാമി സ്മാരകവുമായി ബന്ധപ്പെട്ട് അതിന് സമീപത്ത് ഇവർക്ക് കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു. ആ ഭൂമി തട്ടിയെടുക്കാനുള്ള ശ്രമം ഇവർ നടത്തിയിരുന്നു. ആ ചട്ടമ്പിസ്വാമി സ്മാരകം സംരക്ഷിക്കാൻ വേണ്ടി വലിയ രീതിയിൽ ഈ സ്വാമി അവിടെ എത്തുകയും വലിയ രീതിയിൽ ആൾക്കാരെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് ചില സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സമരപരിപാടികൾ ആസൂത്രണം ചെയ്തതിന്റെ വൈരാഗ്യം കൊണ്ട്, ആ വൈരാഗ്യമാണ് സന്ധ്യ ഇത്തരം ഒരു കൃത്യത്തിന് പ്രേരിപ്പിച്ചത് എന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നതാണ്. ഏതാണ്ട് ലൈംഗിക ആരോപണം അങ്ങനെ കേസും പ്രശ്നങ്ങളും നിയമ നടപടികളും ഒക്കെയായി 9 വർഷം നീണ്ട കേസാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. 2017 ഗംഗേശാനന്ദയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്ത ലൈംഗികാതിക്രമ കേസ് പല അട്ടിമറികളും മൊഴിമാറ്റങ്ങളും കൊണ്ട് ഏറെ ശ്രദ്ധേയമായിരുന്നു. 2017 മെയ് 12 പുലർച്ചെയാണ് തിരുവനന്തപുരം കണ്ണമ്മൂലയിലുള്ള വീട്ടിൽ വെച്ച് സ്വാമിയുടെ ജനനേന്ദ്രിയം ഛേദിച്ചത്. വീടിന് പുറത്തേക്ക് ഓടിയ പെൺകുട്ടിയെ ഫ്ലൈയിങ് സ്ക്വാഡ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് അന്ന് എടുത്തത്. എന്നാൽ പെൺകുട്ടി എടുത്ത മൊഴിയിൽ, മജിസ്ട്രേറ്റിന്റെ രഹസ്യമൊഴിയിലൊക്കെ മജിസ്ട്രേറ്റിന് കൊടുത്ത രഹസ്യമൊഴിയിലൊക്കെ ഈ വിഷയങ്ങളൊക്കെ ആരോപിച്ചിരുന്നു. പിന്നീട് ഹൈക്കോടതിക്ക് നൽകിയ സത്യവാങ്മൂലത്തിൽ സ്വാമി ഒരിക്കലും തന്നെ പീഡിപ്പിച്ചിരുന്നില്ല എന്ന് പെൺകുട്ടി വ്യക്തമാക്കുകയും ചെയ്തു. സ്വയം ലിംഗച്ഛേദം ചെയ്തതാണെന്ന് സ്വാമി മൊഴി നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് നിലപാട് മാറ്റിയ സ്വാമി ഉറങ്ങിക്കിടന്ന തന്നെ ഒരു കൂട്ടം ആൾക്കാർ ആക്രമിച്ച് ലിംഗച്ഛേദം നടത്തിയതാണ് എന്ന് തുറന്നു പറയുകയും ചെയ്തു. ഇതേ തുടർന്ന് കേസന്വേഷിച്ച ക്രൈംബ്രാഞ്ച് പെൺകുട്ടിയും സ്വാമിയുടെ മുൻ ശിഷ്യൻ കൊല്ലം സ്വദേശി അയ്യപ്പദാസും തമ്മിലുള്ള ബന്ധം എതിർത്തതാണ് സംഭവത്തിന് കാരണമായത് എന്ന് അന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വാമിക്കെതിരെയും ഈ ലിംഗച്ഛേദനത്തിനുള്ള പെൺകുട്ടിക്കെതിരെയും ആൺ സുഹൃത്ത് അയ്യപ്പദാസിനെതിരെയും വ്യത്യസ്തമായ കുറ്റപത്രം ക്രൈംബ്രാഞ്ച് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കേസ് തന്നെ റദ്ദാകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ആരോപണ നിഴലിൽ നിൽക്കുന്നത് സന്ധ്യ തന്നെയാണ്. ഇങ്ങനെ നിരവധി കേസുകളിൽ ആരോപണ വിധേയായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ കൂടിയായിരുന്നു അവർ എന്നത് ഇപ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല.